35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. ശിവൻ മാഷ് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവും ഫാസിസ്റ്റ് വിരുദ്ധ സംഗമവും സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഫാസിസ്റ്റ് വിരുദ്ധ ദിനം ശിവം മാഷ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് സുമേഷ് അടിയന്തരാവസ്ഥ കാലത്തെ ചിത്രം വരച്ചുകൊണ്ട് നിർവഹിച്ചു. ശുചിത്വമല്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചതുകൊണ്ട് മരണമടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സംഗതികളിലേക്കൊക്കെ അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ പൗരാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ആടുമാടുകളെ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ ചെയ്ത ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ചരിത്രം പറയുന്നുണ്ട്. ഏറ്റവും അധികം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിലും UP-യിലും ഡൽഹിയിലും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നമ്മുടെ ആളുകളും ആ ഓർമ്മകളുണ്ട്, പഴയ ആളുകളോട് ചോദിച്ചാൽ മതി. അപ്പൊ അത്തരത്തിൽ നിർബന്ധിത വന്ധീകരണം, അതിന്റെ ഭാഗമായിട്ടുള്ള മരണങ്ങൾ, പത്രങ്ങളുടെ സെൻസർഷിപ്പ്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഉൾപ്രതിഷ്ഠികളായ ആളുകൾ, പത്രപ്രവർത്തകരൊക്കെ അതിന്റെ തിക്തത അനുഭവിച്ച ആളുകളാണ്. MN നീലകണ്ഠൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TA നജീബ് മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾ അഭിഭാഷകരാണെന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഈ ഭരണഘടനയ്ക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളിയെ സംബന്ധിച്ച് ഇന്ന് കാലത്ത് ഈ നേരെ വരെ എന്റെ വളരെ ഒരു അഭിഭാഷകൻ പോലും ആശങ്കാകുലനോ അല്ലെങ്കിൽ അതൊന്ന് ചർച്ച ചെയ്യാനോ അവരുടെ മാനസിക സ്ഥിതിയിലല്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പ്രയാസം തോന്നിയ കാര്യം. എവിടെയൊക്കെ ഒരു ലോയേഴ്സ് യൂണിയന്റെ ഒരു ഗ്രൂപ്പ് ഒരു അടിയന്തരാവസ്ഥയുടെ 50ാം വർഷം പോലൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാടിസ്ഥാനത്തിൽ. അതിലേറെ ഭരണഘടന നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വർഗം ഇതിനെ സംബന്ധിച്ച് വലിയ കാര്യമായ ഓർമ്മകളൊന്നും ഇല്ലാതെ വലിയ ഭരണഘടന നേരിട്ട് അവർ വെല്ലുവിളിയെ സംബന്ധിച്ചും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെ സംബന്ധിച്ച് ഏറെയും ചർച്ച ചെയ്യാതെ കടന്നു പോകുന്ന ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് ഈ തൊഴിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ പറഞ്ഞു പോവുകയാണ്. 1971 വിധിയെ സംബന്ധിച്ചൊക്കെ തന്നെ പറഞ്ഞു. 1966 ചരിത്രം പഠിക്കുന്ന ആളുകൾ, അന്ന് ജീവിച്ചിരുന്ന ആളുകൾ, ഞങ്ങളൊക്കെ വായിച്ച് മാത്രമേ പരിചയമുള്ളൂ. ഇന്ദിരാഗാന്ധി ആദ്യത്തെ വളരെ നിശ്ചിതയായ ഒരു സുന്ദരിയായ പാവക്കുട്ടി, അങ്ങനെ പറയാം, പാവക്കുട്ടി അങ്ങനെ വിശേഷിപ്പിച്ചിരുന്ന 64 മുതൽ 66 വരെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളായിരുന്നു ഇന്ദിരാഗാന്ധി. നമുക്കറിയാം. ഒരു അപ്രഖ്യാപിത PA ആയി ജവഹർലാൽ നെഹ്റുവിന്റെ PA പോലെ പ്രവർത്തിച്ചു വന്നിരുന്ന മിസസ് ഗാന്ധി പിന്നീട് 66 പ്രധാനമന്ത്രിയായ ശേഷം 1971 തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട അലഹബാദ് കോടതി അവരെ കോടതി വിധി അവർക്ക് ദോഷമാവുകയും പിന്നീട് അതിൽ വന്ന അപ്പീൽ വന്ന ഇടക്കാല വിധിയെ മറികടക്കുന്നതിന് വേണ്ടി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അടിയന്തരാവസ്ഥയിൽ DIR പ്രകാരം തടവിലാക്കപ്പെട്ട M മോഹൻദാസ്, അമ്പലപ്പാട്ട് രാധാകൃഷ്ണൻ, കാരാമിൽ ശങ്കരനാരായണൻ, മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960.